നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വിവാദങ്ങളെ തുടർന്ന് രാഹുൽ മാങ്കുട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ തള്ളി രാഹുൽ മാങ്കുട്ടത്തിൽ. 1 കിലോ കഞ്ചാവുമായി കൊലക്കേസ് പ്രതിയടക്കം 2 പേർ പിടിയിൽ. കണിമംഗലം സ്വദേശി ബിജോയ്, പാലക്കൽ സ്വദേശി നിഖിൽ എന്നിവരാണ് അറസ്റ്റിലായത്. ബിജെപിക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ കോൺഗ്രസ് രംഗത്ത്. 27-ന് പ്രതിഷേധ ധർണ നടത്തുമെന്ന് നേതൃത്വം. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് പട്ടിക പ്രസിദ്ധീകരിക്കുന്ന ദിവസത്തിന് തലേന്ന് വരെ സമയം നീട്ടിയത് പ്രായോഗിക ബുദ്ധിമുട്ടുകൾക്കിടയാക്കുമെന്ന ആക്ഷേപം. ഈ മാസം 29 വരെയാണ് പേര് ചേർക്കുന്നതിനുള്ള ഹിയറിംഗ് സമയം നീട്ടിയിരിക്കുന്നത്. തിരുവില്ലാമല മലേശമംഗലത്ത് 6 ലക്ഷം രൂപയുടെ ടാർ മോഷണം പോയി. കരാറുകാരൻ പഴയന്നൂർ പോലീസിൽ പരാതി നൽകി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിരിഞ്ഞത് വലിയ ദുര്യോഗമായെന്ന് CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ. പാർട്ടി ഒന്നായി നിലനിന്നിരുന്നുവെങ്കിൽ രാജ്യത്തിന്റെ അവസ്ഥ ഇന്നിതാകില്ലായിരുന്നുവെന്നും പന്ന്യൻ രവീന്ദ്രൻ. മലക്കപ്പാറ റോഡിലെ പൊകലപ്പാറയിൽ മരം വീണ് 2 മണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടു. വനം വകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിൽ മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ദേശീയ നഗര ശുചിത്വ സർവേയിൽ ഇടത്തരം നഗരവിഭാഗത്തിൽ ഗുരുവായൂർ നഗരസഭ 2ാം റാങ്കോടെ ക്ലീൻ സിറ്റി ഓഫ് കേരള അവാർഡ് കരസ്ഥമാക്കി. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ മന്ത്രി MP രാജേഷിൽ നിന്ന് നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അവാർഡ് ഏറ്റുവാങ്ങി. വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധന സേവ്യർ ചിച്ചിലപ്പള്ളി MLAയുടെ നാടകമെന്ന് കോൺഗ്രസ്. 1 വർഷത്തിനുള്ളിൽ ഫ്ളാറ്റ് നിർമ്മാണം പൂർത്തിയാക്കി ഭവനരഹിതർക്ക് നൽകുമെന്നാണ് MLA വാഗ്ദാനം ചെയ്തിരുന്നത്. പെരിഞ്ഞനം പൊന്മാനിക്കുടത്ത് പുഴയിൽ വീണ് കാണാതായ ബൈക്ക് യാത്രികന്റെ മൃതദേഹം കണ്ടെത്തി. കോവിലകം സ്വദേശി പുന്നക്കത്തറ വീട്ടിൽ അഖിൽ രാജാണ് മരിച്ചത്. പെരിഞ്ഞനത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ ചുഴലിക്കാറ്റിൽ കടയുടെ ബോർഡ് പറന്നുപോയത് 3 കിലോമീറ്റർ ദൂരം. പെരിഞ്ഞനം സെന്ററിൽ പ്രവർത്തിക്കുന്ന ജാം ഹെയർ സ്റ്റുഡിയോ എന്ന സ്ഥാപനത്തിന്റെ ബോർഡാണ് കാറ്റിൽ ഉയർന്നു പൊങ്ങി 3 കിലോമീറ്റർ വായുവിലൂടെ സഞ്ചരിച്ച് ചക്കരപ്പാടത്തെത്തിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പെട്രോളിയം പ്രൊഡക്ട് സെയിൽസ് ആൻഡ് സർവീസ് സ്റ്റാഫ് യൂണിയൻ തൃശൂർ ശക്തനിലെ പെട്രോൾ പമ്പിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. AITUC ജില്ലാ ജോയിന്റ് സെക്രട്ടറി KK ശിവൻ ഉദ്ഘാടനം ചെയ്തു. കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി തളിക്കുളം പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും വാട്ടർ കിയോസ്കുകൾ സ്ഥാപിക്കുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത നിർവഹിച്ചു. ഓൺലൈൻ പ്രസിദ്ധീകരണമായ നവമലയാളി ഏർപ്പെടുത്തിയ ഈ വർഷത്തിന്റെ പുരസ്കാരത്തിന് കാർട്ടൂണിസ്റ്റ് EP ഉണ്ണി അർഹനായി. 23-ന് വൈകിട്ട് സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമർപ്പണം നടക്കും. നബിദിന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് സമസ്ത തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാ മദ്ഹു റസൂൽ കോൺഗ്രസ് ശനിയാഴ്ച നടക്കും. സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കൊണ്ടാഴി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 21 അങ്കണവാടികളിലേക്ക് നൽകുന്ന കളിപ്പാട്ടങ്ങളുടെ വിതരണ ഉദ്ഘാടനം പ്രസിഡന്റ് K ശശിധരൻ നിർവഹിച്ചു. സ്ഥിരം സമിതി ചെയർപേഴ്സൺ V നിമിഷ മോൾ അധ്യക്ഷയായി. കോടാലി കൊരേച്ചാൽ ശ്രീ ദുർഗാ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്രത്തിൽ പഞ്ചാരി മേളത്തിൽ പരിശീലനം നേടിയ മേള വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം ഞായറാഴ്ച നടക്കും. വൈകിട്ട് 6-ന് നടക്കുന്ന അരങ്ങേറ്റ മേളത്തിന് തുടക്കം കുറിച്ച് പെരുവനം കുട്ടന്മാരാർ ഭദ്രദീപം തെളിയിക്കും. പെരിങ്ങോട്ടുകര താന്യം പഞ്ചായത്ത് 5ാം വാർഡിലെ അനശ്വര അങ്കണവാടിയിലേക്ക് ടെലിവിഷൻ സമ്മാനമായി നൽകി. ആവണങ്ങാട്ടിൽ കളരിയിലെ അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ സെക്രട്ടറി VN രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ദൈവവ്യാപാശ്രയ ചികിത്സയെ ആധാരമാക്കി പ്രൊഫഷണൽ ഡോക്ടർ PK ധർമ്മപാലൻ തയ്യാറാക്കിയ ആയുർവേദ ഋതു ആരോഗ്യ കലണ്ടറിന്റെ പ്രകാശനം ശനിയാഴ്ച നടക്കും. തൃശൂർ തെക്കേമഠം ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് പ്രകാശനം നിർവഹിക്കും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പൊന്നാനി മേഖലാ കമ്മിറ്റി എടപ്പാളിൽ ദേശീയ ശാസ്ത്ര ബോധദിനം ആചരിച്ചു. ശാസ്ത്ര ബോധദിനാചരണത്തിന്റെ ഭാഗമായി പ്രകടനം നടന്നു.
മായന്നൂർ രാജീവ് ഭവൻ ഉന്നതിയിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മുസാരിപ്പുരിക്കൽ വീട്ടിൽ കാർത്തിയാനിയാണ് മരിച്ചത്. ലഹരി വിപത്തിനെതിരെ വളയംകുളത്ത് ഏകദിന ഉപവാസ സത്യാഗ്രഹം നടന്നു. കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണി ചെയർമാൻ ബിഷപ്പ് മാർ ജോഷുവ ഇഗ്നാത്തിയോസ് ഉദ്ഘാടനം ചെയ്തു. പാലിയക്കര ടോൾ പ്ലാസയിലെ ടോൾ നിരോധനം സെപ്റ്റംബർ 9 വരെ ഹൈക്കോടതി നീട്ടി. ദേശീയപാതയിലെ അറ്റകുറ്റപ്പണി നടക്കാത്തതിനാലാണ് ഹൈക്കോടതി നടപടി. അകമലയിൽ റെയിൽവേ ട്രാക്കിൽ അജ്ഞാത സ്ത്രീയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. വടക്കാഞ്ചേരി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരം ഹയർ സെക്കൻഡറി സ്കൂളിൽ കാർഷിക ദിനം ആചരിച്ചു. ശ്രീരാമകൃഷ്ണ മഠാധിപതി സ്വാമി സദ്ഭാവനാനന്ദ ഉദ്ഘാടനം ചെയ്തു. എളവള്ളി നോർത്ത് മഹലിൽ ഒരു മാസക്കാലം നീണ്ടുനിൽക്കുന്ന ബ്രീസ് ഓഫ് മദീന ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ യൂണിറ്റുകളിൽ പ്രാർത്ഥനാ സംഗമങ്ങൾ തുടങ്ങി. യൂണിറ്റ് പ്രാർത്ഥനാ സംഗമം സയ്യിദ് ഹുസൈൻ ജമൂലൈലി സഖാഫി ചേളാരി ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി പോലീസ് കാപ്പ ചുമത്തി മധ്യവയസ്കനെ നാടുകടത്തി. പാടൂർ സ്വദേശി സലാമിനെയാണ് കാപ്പ ചുമത്തി നാടുകടത്തിയത്. ചിറ്റാട്ടുകര സ്വദേശി ഡോക്ടർ ജെയിൻ ജേക്കബ് കോഴിക്കോട് NITയിൽ നിന്നും ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. സോളാർ ആസ്ട്രോഫിസിക്സ് എന്ന വിഷയത്തിലാണ് ഡോക്ടറേറ്റ് ലഭിച്ചത്. രാഹുൽ മാങ്കുണ്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP നേതാവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. രാഹുൽ മാങ്കുട്ടത്തിനെ ചിറകിനടിയിലെ പക്ഷിക്കുഞ്ഞിനെ പോലെ സംരക്ഷിക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നും B ഗോപാലകൃഷ്ണൻ. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.